ത്രെഡ് 5 സെൻറ്റിമീറ്റർ, റൈസ് 17 സെൻറ്റിമീറ്റർ, നമ്മുടെ ഹാൻഡ് ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തന്ന അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. 5 × 2 എന്ന് പറയുമ്പോൾ മാറ്റുമ്പോൾ എന്താവും, 500 × 200 സെൻറ്റിമീറ്റർ ആവും. ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? ഹൈറ്റ് മാറ്റുകയാണെങ്കിൽ ഹൈറ്റ് മാറ്റുക, 2, 9, 7, 5 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, ബാക്കിയുള്ള സെൻറ്റിമീറ്ററുകളെ ഇത് വേണമെങ്കിൽ ഇത് മാറ്റിക്കോ, 100 സെൻറ്റിമീറ്റർ അളവ് കിട്ടി. നെക്സ്റ്റ് എന്ത് കാണണം, നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കണം. ഇതൊക്കെ എവിടെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ പേപ്പറിനകത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്പർ ഓഫ് സ്റ്റെപ്സ് എങ്ങനെയാണ് കാണുക, റൂമിൻ്റെ ഹൈറ്റ്. ഓക്കെ, റൂം ഹൈറ്റ് ഡിവൈഡഡ് ബൈ റൈസ്, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. റൂം ഹൈറ്റ് തന്നിട്ടുണ്ട് 2975, 2975 നിങ്ങളുടെ റൂം ഹൈറ്റ്. ഡിവൈഡഡ് ബൈ റൈസർ എന്ന് പറയുന്നത് 17.5 ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. 17 സ്റ്റെപ്സ് കിട്ടും, 17 സ്റ്റെപ്സ് കിട്ടും. പോയിന്റ് അല്ലേ, സെൻറ്റിമീറ്ററിലേക്ക് മാറി 17 നമ്പർ സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഡോഗ് ലെഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഡോഗ് ലെഗ് സ്റ്റെയറിൻ്റെ പ്ലാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ഡോഗ് ലെഗ് സ്റ്റെയറിൻ്റെ പ്ലാൻ. ഓക്കെ, അതായത് ഇതാണ് ഈ ഓരോ ലൈൻ ഉണ്ടാവില്ലേ, ഇതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആക്കി എടുക്കുക. അങ്ങനെ 17 എണ്ണം വേണം. ഒരു ലാൻഡിങ് വരെയുള്ള ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള, അതായത് ടോപ്പ് പോലെ അല്ലെങ്കിൽ ബോട്ടം പോലെ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡിങ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഫ്ലൈറ്റിൽ മാക്സിമം പോകാൻ പറ്റുന്ന നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ 12 ആണ്. മിനിമം എന്ന് പറയുന്നത് 3 ആണ്. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. അപ്പം ഒന്നുകിൽ ഈ 17 നേരെ ഹാഫായി തിരിക്കാം. ഓക്കെ, 17 നേരെ പകുതി തിരിക്കുമ്പോൾ ഒന്ന് എങ്ങനെ ഉണ്ടാവും, എത്ര ഉണ്ടാവും, 8 × 16, 1 ൽ 8ഉം 1 ൽ 9ഉം ഉണ്ടാവും അല്ലേ. ഒരു സ്ഥലത്ത് നിങ്ങൾ 8 സ്റ്റെപ്പും കൊടുക്കണം, അതായത് ഇവിടെ വരെ 8ഉം കൊടുക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9ഉം കൊടുക്കണം. നിങ്ങൾ ഇഷ്ടത്തിന് കൊടുക്കാം. ഒന്നിക്ക് താഴേന്ന് കയറുന്നത് 9 എണ്ണം കൊടുത്തിട്ട് അടുത്ത മുകളിലോട്ടേക്ക് കയറുന്നത് 8 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ സ്റ്റെപ്പ് കയറാം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഒരു 9 സ്റ്റെപ്പ് കടന്നു ലാൻഡിങ് എത്തി, പിന്നെ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഒരു 8 എണ്ണം കടന്നു, നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് എത്തി. ഇതാണ് കണക്ക്. ഇങ്ങനെ ഈക്വലായി ഡിവൈഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ് ത്രെഡ്, എന്താണ് റൈസ് എന്ന് അറിയണം. നമ്മൾ കാല് വെക്കുന്ന പോർഷനല്ലേ ഇത്, കാല് വെക്കുന്ന ഈ പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രെഡ് എന്ന് പറയുന്നത്. ഈ 2 ത്രെഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ വേർട്ടിക്കൽ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈസ് എന്ന് പറയുന്നത്. റൈസർ എന്ന് പറഞ്ഞാൽ ഈ പോർഷനെയാണ് റൈസർ എന്ന് പറയുന്നത്, ഹൈറ്റിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ ത്രെഡാണ് എത്ര തന്നിട്ടുള്ളത്, 25 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. ഈ റൈസാണ് എന്ത് തന്നിട്ടുള്ളത്, 17.5 തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 17.5 കൂട്ടി 297.5 എത്തുമ്പോഴാണ് നിങ്ങൾ എവിടെ എത്തുന്നത്, അപ്പർ ഫ്ലോറിലേക്ക് എത്തുന്നത് അല്ലേ. അതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 297.5 ആണ് റൂമിൻ്റെ ഹൈറ്റ്. ആ എത്ര ഈ പറയുന്ന 17.5 ചേർന്നിട്ടാണ് നമുക്ക് ഈ മുകളിലത്തെ ഫ്ലോറിൽ എത്തുക എന്നാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്. 17 എണ്ണം വേണം. ഇതാണ് കണക്ക്, കോൺസെപ്റ്റ്. ഓക്കെ, ഇനി വരക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, റൂം സൈസ് വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വന്നു, സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ സ്കെയിലിലേക്ക് കണ്ടെങ്കിൽ 1:100 ആണെങ്കിൽ 1/100 × 500 ഇട്ട് കഴിയുമ്പോൾ 5 സെൻറ്റിമീറ്റർ കിട്ടി. 5 സെൻറ്റിമീറ്റർ എടുക്കേണ്ട, ഇരട്ടി 1:200 അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം എന്തായി, 5 ഇവിടെ വരച്ചു, 2 ഇങ്ങോട്ടും വരച്ചു, റൂമായി. ഓക്കെ, 5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. ഇനി എന്ത് വരക്കണം, ആദ്യം തന്നെ എന്ത് ചെയ്യുക, ലാൻഡിങ് കാണിക്കുക. ലാൻഡിങ്ങിൻ്റെ വിട്ടെന്ന് പറയുന്നത് എന്തായിരിക്കും, നിങ്ങളെ സ്റ്റെപ്പിൻ്റെ വിട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സിലബസാണ് തന്നിട്ടുണ്ടാവും. അതാണ് നിങ്ങളെ ലാൻഡിങ്ങിൻ്റെ വിട്ട് കൊടുക്കേണ്ടത്. അതായത് ഈ ലൈന് കണ്ടോ, ഈ ലൈനിനെ ഈ പറയുന്ന 1 സെൻറ്റിമീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ വരും. ഈ 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടെ ഓഫ്സെറ്റ് വരക്കുക. അപ്പോൾ എന്തായി, ലാൻഡിങ് എന്ന് പറഞ്ഞ പോർഷനായി. ഇനി ഡോഗ് ലെഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നടുക്കൊറ്റ സിംഗിൾ ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ നേരെ ഹാഫ് വെച്ചിട്ട് ഒരു ലൈൻ അങ്ങോട്ടേക്ക് വരക്കുക. ശരിയായി. ഇനി സ്റ്റെപ്സ് ഡിവൈഡ് ചെയ്യണം.
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ക് കൂട്ടുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 സ്റ്റെപ്പ് വേണം അല്ലേ? നമുക്ക് ഇവിടെ 9 സ്റ്റെപ്പും വേണം, ഇവിടെ 8 സ്റ്റെപ്പും വേണം. അതെങ്ങനെ കൊടുക്കണം? ഇവിടെ എണ്ണാൻ തുടങ്ങാം. ഇതെന്താണ്? ഇത് 1ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, 1 2 3 4 5 6 7 8 കഴിഞ്ഞ് ഇവിടെ 1 ഇത്രയും കൂടെ വരുള്ളൂ. കാരണം എന്താണ്? ഇവിടെ 8 ഉള്ളൂ അല്ലേ? ഇത്ര 9 നോക്കിക്കോ. 1 2 3 4 5 6 7 8 9. ഇവിടത്തേക്ക് 9 നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു. ഇതെന്തായി? 10 10 11 12 13 14 15 16 17. ഇതാണ് എന്ത്? ഇങ്ങനെ ഏറും വരക്കുക. ഇതാണ് നിങ്ങളുടെ പ്ലാൻ. ഇനി ഇതിന് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ സൈഡിൽ എന്ത് ചെയ്യണം? ചുമര് കൊടുക്കുക. ചുമരിൻ്റെ തിക്നെസ് ആയിട്ടില്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ എടുക്കുക, ചുമര് വരക്കുക. ഒന്നുകിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ എൻട്രി ആക്കി കൊടുക്കുക, നിങ്ങളിഷ്ടം. ഇനി അല്ല ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ മാത്രം ഒരു ഡോർ എൻട്രി കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, മാക്സിമം മിനിറ്റ് കൊടുക്കണ്ട. അപ്പം പ്ലാനായി. ഈ പ്ലാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 15 മുതൽ 20 മാർക്ക് കിട്ടി. എന്തൊക്കെ മാർക്ക് ചെയ്യണം? ഏറെ മാർക്ക് ചെയ്യണം. വേണമെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് 1 2 3 മാർക്ക് ചെയ്യാം ഇഷ്ടമുള്ള പോലെ. ഇത് എന്ത് വേണം? ഷെയ്ഡ് കൊടുക്കണം. റൂമിൻ്റെ സൈസ് മാർക്ക് ചെയ്യണം. ഇത്രയും കിട്ടിയാൽ ഈ പറയുന്ന ഫുൾ മാർക്ക് ചെയ്ത് കിട്ടും. ഇനി എന്ത് വേണം? ക്രോസ് സെക്ഷൻ വരയ്ക്കണം. ക്രോസ് സെക്ഷൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ